മുഅ്മിനീങ്ങളെ, ഈ ദുനിയാവിൽ എത്രയാണ് കാലം, എത്ര കാലമാണ് നമ്മുടെ ജീവിതമെന്ന് പറയാൻ കഴിയൂല. അല്ലാഹ് നമ്മുടെ ജീവിതം നന്നായി കിട്ടണം. പരിശുദ്ധമായ റജബ് മാസമാണ്. ഈ പരിശുദ്ധമായ റജബ് മാസത്തില് അല്ലാഹുവിനോട് നമ്മൾ ചെയ്തു പോയ തെറ്റുകള് എല്ലാം അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. അല്ലാഹ് ഞങ്ങളെ പാപങ്ങളൊക്കെ പൊറുക്കണം അല്ലാഹ്. പ്രത്യേകിച്ച് റജബ് മാസം എന്നുള്ളത് പരിശുദ്ധമായ ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്, പാപം പൊറുക്കലിന്റെ മാസമാണ്, പാപം പൊറുപ്പിക്കേണ്ട മാസമാണ്. ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതൊരു വിശ്വാസി 3 കാര്യം ചെയ്താൽ അവന്റെ തെറ്റുകൾ അല്ലാഹു മായ്ക്കപ്പെടുമെന്നാണ്. മാത്രമല്ല അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതോടൊപ്പം അവന്റെ പദവി അല്ലാഹു വർദ്ധിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈമാനുള്ള മദദേ മടവൂർ കുടുംബങ്ങളെ, ഉമ്മമാരെ, സഹോദരന്മാരെ, 3 കാര്യങ്ങൾ ചെയ്താൽ അല്ലാഹു നമ്മുടെ തെറ്റ് പുറത്തു തരും, നമ്മുടെ പദവി വർദ്ധിപ്പിച്ചു തരും. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? അത് പുരുഷന്മാരോടുള്ള കാര്യമാണ്. പള്ളിയിലേക്കുള്ള നടത്തത്തെ അധികരിപ്പിക്കലാണ്. പുരുഷന്മാരെ, സ്ത്രീകളല്ല, സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ് ഉത്തമം. വീട്ടിലാണ് നിസ്കരിക്കേണ്ടത് സ്ത്രീകൾ പള്ളിയിൽ പോണ്ട. പുരുഷന്മാരെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകൾ ഉമ്മമാരെ, നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കലാണ് ഉത്തമം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സ്ത്രീകൾ പള്ളിയിൽ പോകരുത്. പുരുഷന്മാരാണ് പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി പോകേണ്ടത്. സ്ത്രീകൾ വീട്ടിൽ നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. മുത്തുനബി തങ്ങൾ പറയാണ്, നമ്മുടെ മക്കളൊക്കെ നമ്മൾ പള്ളിക്ക് പറഞ്ഞേക്കണം. ആൺകുട്ടികൾ, നമ്മുടെ ചെറുപ്പക്കാരായ മക്കൾ, നമ്മുടെ ഭർത്താക്കന്മാർ. കാരണം എന്താണെന്നറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, പള്ളിയിലേക്കുള്ള നടത്തത്തെ ആരാണോ അധികരിപ്പിക്കുന്നത് അവന്റെ പാപങ്ങൾ അല്ലാഹു തആല അവന്റെ ഓരോ ചവിട്ടടികളും പള്ളിയിലേക്കുള്ള ചവിട്ടടികളാണ്. അത് കാരണം അവന്റെ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, രണ്ടാമത്തെ കാര്യം ഇസ്ബാഉൽ വുളൂഇ അലൽ മക്കാരിഹി. ഇത് എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇസ്ബാഉൽ വുളൂഇ അലൽ മക്കാരിഹി. പ്രയാസഘട്ടങ്ങളിൽ, ബുദ്ധിമുട്ടുന്ന ഘട്ടങ്ങളിൽ പരിപൂർണമായ ഒരു വുളൂ ചെയ്യലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചെയ്താൽ നമ്മുടെ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു തരും. അവന്റെ പദവി അല്ലാഹു വർദ്ധിപ്പിക്കും. പ്രയാസഘട്ടങ്ങളിൽ വുളൂ ചെയ്യാം. ഒരു പ്രയാസം വരുമ്പോ അപ്പൊ ഒന്ന് വുളൂ എടുക്കുക. ദേഷ്യം വരുമ്പോ ഒന്ന് വുളൂ എടുക്കുക. സങ്കടം വരുമ്പോ ഒന്ന് വുളൂ എടുക്കുക. പ്രത്യേകിച്ച് വുളൂവിനെ നിത്യമായി കൊണ്ട് നടക്കാന്നുള്ളത് തന്നെ വലിയ പ്രതിഫലമാണ്. അതിൽ തന്നെ പ്രത്യേകം പ്രയാസഘട്ടങ്ങളിൽ വുളൂ ചെയ്യാം. അപ്പൊ ആ പ്രയാസം കൊണ്ട് മാറും, തെറ്റുകൾ പുറത്തു കിട്ടും, അവന്റെ ദറജ വർദ്ധിപ്പിക്കും. പ്രയാസങ്ങൾ ഉള്ളവരുണ്ടോ? സന്ധികളും സങ്കടങ്ങളും, പെട്ടെന്നൊരു ടെൻഷൻ വന്നു, പെട്ടെന്നൊരു സങ്കടം കൊണ്ട് വന്നു, നമ്മൾ പെട്ടെന്നൊരു വുളൂ ചെയ്യും. അപ്പൊ നല്ല തീരുമാനങ്ങൾ വരും, സങ്കടം മാറും, വിഷമം മാറും, സമാധാനം കിട്ടും. അള്ളാഹു നമ്മുടെ തെറ്റ് പുറത്തു തരും, നമ്മുടെ പദവി അള്ളാഹു വർദ്ധിപ്പിക്കും. അതുകൊണ്ട് സങ്കടം വരുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം. സങ്കടങ്ങൾ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. സങ്കടങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ വുളൂ, നല്ല ഒരു വുളൂ ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്താണ്?
ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളതാണ്. ഒരു നിസ്കാരം, ആ നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക, അതൊരു വിശ്വാസിയുടെ അടയാളമാണ്. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക, കാത്തിരിക്കുക, പ്രതീക്ഷിച്ചിരിക്കുക. അത് നിസ്കാരത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ, റബ്ബിന്റെ മുന്നിൽ നിസ്കരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ. ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന നല്ലൊരു വിശ്വാസി, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും, അവന്റെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ്. ഈമാനുള്ള സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, അല്ലാഹ് നിങ്ങൾക്കിത് പതിവാക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്, തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ റജബിലെങ്കിലും ഒരു മാറ്റമുണ്ടാകണം. പരിശുദ്ധമായ ശഅബാൻ ഇതാ വരികയാണ്, റമളാൻ ഇതാ വരികയാണ്. ഇനിയെങ്കിലും നമുക്കൊന്ന് നന്നാകണം. അല്ലാഹ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് നൽകണം അല്ലാഹ്. എന്നാൽ തെറ്റ് പൊറുക്കപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോ ഈമാനുള്ള സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു തെറ്റ് ചെയ്താൽ അവനെ അല്ലാഹു ഖബറിലല്ല, അവനെ അല്ലാഹു സിറാത്തിലല്ല, മീസാനിലല്ല, ഖബറിലല്ല, പരലോകത്തല്ല, അതിനു മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിലല്ല, മഹ്ശറിലല്ല, സിറാത്തിലല്ല, അവിടെ വേറെ ശിക്ഷ കിട്ടും. എന്നാൽ ഖബറിലും അതുപോലെ തന്നെ മഹ്ശറിലും അവനെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെ അവനെ അല്ലാഹു ശിക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ തെറ്റ് എന്നറിയോ? അത് മാതാപിതാക്കളെ വേദനിപ്പിക്കലാണ്, ഉമ്മയെ ബാപ്പയെ കണ്ണീര് കുടിപ്പിക്കലാണ്, അവരെ സങ്കടപ്പെടുത്തലാണ്, വേദനിപ്പിക്കലാണ്. അവരെ വേദനിപ്പിച്ചാല് ആഖിറത്തിലല്ല, ഖബറിലല്ല, അതിന്റെ മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു അവനെ വലിയ ശിക്ഷയിലും വലിയ നാണക്കേടിലുമാക്കോ. അല്ലാഹു ഞങ്ങളെ കാക്കണം. അല്ലാഹ് ഖബറിൽ വേറെ ശിക്ഷ കിട്ടും, അതിന്റെ മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷിക്കുമെന്ന് ദുനിയാവിൽ വെച്ച് തന്നെ അവനെ അല്ലാഹു പരാജയപ്പെടുത്തും, താഴ്ത്തിക്കളയും, നാണക്കേടിലാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വല്ലാത്ത ഒരു കാര്യമാണ്. ഉമ്മ ബാപ്പമാരെ വേദനിപ്പിച്ചിട്ട് ആരാണ് രക്ഷപ്പെട്ടത്? മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ട് ആരാണ് ഉയർച്ചയിലെത്തിയത്? ആരുമില്ല. മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയാൽ അനുഭവിക്കേണ്ടി വരും ചെറുപ്പക്കാരാ. ഈമാനുള്ള മക്കളെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഉമ്മ ബാപ്പമാരെ വേദനിപ്പിക്കരുത്. അവരെ പൊരുത്തം വാങ്ങണം, അവരോട് പൊരുത്തപ്പെടിപ്പിക്കണം, അവരോട് ദ്വാരക്കാൻ പറയണം. ഇനി ഉമ്മ മരിച്ചുപോയി ഉസ്താദേ, ബാപ്പ മരിച്ചുപോയി, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം, അവർക്ക് വേണ്ടി സദഖകൾ ചെയ്യണം, അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യണം. അല്ലാഹ് തൗഫീഖ് നൽകണം. അല്ലാഹ് ഈമാനുള്ള ചെറുപ്പക്കാരാ, സഹോദരന്മാരെ, ഉമ്മമാരെ, ഈ റജബിലെങ്കിലും നമുക്കൊന്ന് നന്നാവണം. ഈ റജബിലെങ്കിലും നമുക്കൊന്ന് നന്നാവണം. നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് നമുക്ക് അടുക്കണം. നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടണം. അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹ് ഈമാനുള്ള സഹോദരീ സഹോദരന്മാരെ, ഒരുപാട് മുതഅല്ലിമീങ്ങളും ഹഫീളുകളും 50ഓളം വരുന്ന മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മഹത്വമേറിയ സ്ഥാപനം
അൽഹംദുലില്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു മാസം തന്നെ 1.5 ലക്ഷത്തിലേറെ രൂപ നമുക്ക് ചെലവ് വരികയാണ്. കുട്ടികളുടെ ഭക്ഷണത്തിനും ചെലവിനും അതുപോലെ തന്നെ ഉസ്താദുമാരുടെയും സ്റ്റാഫുകളുടെയും ശമ്പളത്തിനും അങ്ങനെ തുടങ്ങി ഒരു മാസം തന്നെ 1.5 ലക്ഷത്തിലേറെ രൂപ നമുക്ക് ചെലവ് വരികയാണ്. എല്ലാം റാഹത്തോടെ പോകുന്നുണ്ട് നിങ്ങളെ സഹായങ്ങൾ കൊണ്ട്. മാഷാ അല്ലാഹ് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്നത് ഒരു ദുആയാണ്. ഇവിടെയുള്ള മക്കളെ ഇരുത്തിയപ്പോഴും ഞങ്ങൾ ദ്വാരക്കാറുണ്ട്. ഒരുപാട് പ്രയാസഘട്ടങ്ങളിലാണ് ഈ ഉമ്മ ബാപ്പമാര് സഹായിക്കുന്നത്. ഒരുപാട് പ്രയാസഘട്ടങ്ങളിലാണ്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചുവല്ലോ, ഒരു വിശ്വാസി അവന് പ്രയാസങ്ങൾ വരുമ്പോ അവന് സ്വതക്ക ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രയാസം വരുമ്പോ സ്വതക്കയും, അങ്ങനെ സ്വതക്കയെ മരുന്നാക്കി അവരെടുക്കും. ഒരു പ്രയാസം വരുമ്പോ സ്വതക്ക കൊണ്ട് അവർ ചികിത്സിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങൾക്ക് പ്രയാസം വരുമ്പോ സ്വതക്ക കൊണ്ട് അവർ ചികിത്സിക്കുമെന്നാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. പ്രിയപ്പെട്ടവരെ,